ഇപ്പോൾ ശുശ്രൂഷയുടെ പ്രധാന കാര്യങ്ങളിലേക്ക് കടത്തിയാണ്. ഒരു വൈദികൻ ഏവെങ്കിലും വായിക്കും. ഏവെങ്കിലും വായന തുടങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എഴുന്നേറ്റിരിക്കണം. എന്നാൽ ഏവെങ്കിലും പകുതിയാകുമ്പോൾ കാലുകര ശുശ്രൂഷ ആരംഭിക്കും. കാലുകര ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ ഇരുന്നാൽ മതിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്നവർക്കും കാണാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇരുന്ന് കണ്ടാൽ മതിയാകും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഇപ്പോൾ ഏതെങ്കിലും വായനയ്ക്കായി നമുക്ക് വരുന്നത് ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്റെ ഹൃദയം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് യേശു തമ്പുരാന് ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നുവെന്ന് പെരുന്നാളിന് മുമ്പ് തന്നെ യേശു തമ്പുരാൻ അറിഞ്ഞിരുന്നു. ഈ ലോകത്തിലുള്ള തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചിരുന്നു. അവസാനത്തോളം അവരെ സ്നേഹിക്കുകയും ചെയ്തു. അവനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ശിമോന്റെ പുത്രനായ യൂദാ ഇസ്കറിയോത്തോയുടെ ഹൃദയത്തിൽ അത്താഴ സമയത്ത് സാത്താൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും ദൈവസന്നദ്ധിയിൽ നിന്ന് താൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദൈവസന്നദ്ധിയിലേക്ക് തന്നെ പോവുകയാണെന്നും യേശു പറയാൻ അറിഞ്ഞിരുന്നത് കൊണ്ട് അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചതനുസരിച്ച് ഞങ്ങൾ പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ച് പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠമായി തീർന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രസാദിക്കപ്പെടുവാനും നിരവസരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകല പാപമാലിന്യങ്ങളിൽ നിന്നും കഴുകപ്പെടുവാനും കാരണയോടെ തീർക്കേണ്ടവേ.
ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും വന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോഷ് നഷ്ടപ്പെട്ടു പോയ ആളിനെ അന്വേഷിച്ചു വരികയും നിന്റെ വിശുദ്ധത്തോടിന്മേൽ അതിന് വച്ച് നിരവിധഭവനത്തിലേക്ക് അതിന് പ്രവേശിക്കുകയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ കഴിയുന്നവരും കഴിയപ്പെടുന്നവരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങളെല്ലാവരെയും ആശ്വാസപൂർവ്വം ഈ വെള്ളത്തെ സ്പർശിക്കുന്ന സഹോദരി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, പാവമാലിന്യങ്ങൾ എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഹോശു ശിഷ്യന്മാരുടെ കാര്യങ്ങൾ കഴിയുവാനും തന്റെ അരങ്ങിൽ തൂവാല കൊണ്ട് തോർക്കുവാനും തുടങ്ങി. പാട്ട് പാടും. ദൈവമായ കർത്താവേ, നിലനിന്ന പഴയ മനുഷ്യൻ സകലതരം കഴിക്കളയും നിന്നെയും നിന്റെ കൂടെയും എല്ലാവരെയും ആത്മാവിൻ സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്നതിമനമേ നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളയട്ടെ. നിന്നെ നിന്നോടെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷികാതപരാൻ പ്രീതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠനാക്കി മാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സന്ദർഭം കഴിക്കുകയും നിന്നെയും നിന്റെ കൂടെയും എല്ലാവരെയും ആത്മാവിൻ സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്നിൽ നിന്ന് ഞങ്ങൾ സദൃഷ്ടി വികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ തുടച്ചുകളയട്ടെ. നിന്നെ നിന്റെ കൂടെങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും പ്രതികരമായ ജീവിതത്തിൽ ശ്രേഷ്ഠരാക്കി മാറാകട്ടെ.
കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സദനപടികൾ കഴുകിക്കളയും. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനസത്തിൽ നവീകരിക്കുന്നേമാറാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. നിന്നിൽ നിന്ന് ഞങ്ങളെന്നും സകലദുഷ്ടവികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ തുറച്ചുകളയട്ടെ. നിന്നെ നിലൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും വശിയാതം പ്രതികരമായ യോഗത്തിലും ശ്രേഷ്ഠാക്കി ദൈവമാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സഹോദരങ്ങൾ കഴുകിക്കളയും. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനസത്തിൽ നവീകരിക്കുന്നേമാറാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകലദുഷ്ടവികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ തുറച്ചുകളയട്ടെ. നിന്നെ നിന്നോടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാതന്ത്രാനുമതിയുമായ യോഗത്തിൽ ശ്രേഷ്ഠാക്കി ദൈവമാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സമ്മേളനം കഴികളെയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനസത്തിൽ നവീകരിക്കുന്നേമാറാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകലദുഷ്ടവികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ തുറച്ചുകളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും വശിഹാതന്ത്രാനും പ്രതികരമായ യോഗത്തിൽ ശ്രേഷ്ഠാക്കി ദൈവമാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യരെ സദാളുകളും കഴികളെയും നിന്നെയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിൽ നവീകരിക്കുന്നേമാറാകട്ടെ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകലദുഷ്ടവികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ കുറിച്ച്
മിശിഹാതമ്പുരാൻ പ്രതിർമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കി ദൈവമാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സന്തോഷം നീക്കളെ നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവസത്തിൽ നവീകരിക്കുകയുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സർവ്വപ്രിയങ്ങളും നീക്കിക്കളയുകയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിൽ നവീകരിക്കുകയുമാറാകട്ടെ. നിന്നെ നിന്നോടെ എല്ലാവരെയും വെളുപ്പിലും വിശുദ്ധിയിലും വിശ്വാസപ്രാൻ പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കി ദൈവമാറാകട്ടെ. ദൈവമായ കർത്താവ് നിരുന്ന പഴയ മനുഷ്യന്റെ സന്തോഷം കഴികളെ നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിൽ നവീകരിക്കുകയുമാറാകട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് സന്തുഷ്ടികാരങ്ങളെ നടപടികളെ ശീലങ്ങളെ തുറച്ചൊല്ലട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും വിശ്വാസത്താൻ കൊടുക്കുന്നതുമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്ന് പഴയ മനുഷ്യന്റെ സന്ദർഭം കഴികളെ നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും ശരീരത്തിലും സത്യത്തിലും നവീകരിക്കുകയുമാറാകട്ടെ. വെടുപ്പിലും വിശുദ്ധിയിലും വിശ്വാസത്താൽ പ്രതികരമായ ജീവിതത്തിലും
ശ്രേഷ്ഠാക്കി തീരുമാറാകട്ടെ. തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കരുണയാൽ കഴുകണമേ. ദൈവമായ കർത്താവ്, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സർവ്വങ്ങളെയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിന് ശരണവിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കർത്താവ്, നിന്നിൽ നിന്ന് ഞങ്ങൾ സൃഷ്ടികാരങ്ങളെ നടപടികളെ ശിരമേ തുറച്ചറിയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും വിശിയാതെ പ്രാർത്ഥികരമായ ജീവിതത്തിലും ശ്രേഷ്ഠാക്കി തീരുമാറാകട്ടെ. തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. എന്നാൽ അവൻ ശീമോൻ കീപ്പായുടെ അടുക്കൽ ചെന്നപ്പോൾ, കർത്താവേ, നീ എന്റെ കാൽ കഴുകരുത്, കഴുകുമോ? ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നീട് നീ അറിയും. നീ എന്റെ കാലുകൾ ഒരിക്കലും കഴുകരുതേ. ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടെ ഓഹരിയില്ല. കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല, എന്റെ കൈകളും തലയും കൂടെ കഴുകണമേ. വിളിച്ചിരിക്കുന്നവന് കാലുകൾ മാത്രമല്ല കഴുകുവാൻ ആവശ്യമില്ല. എന്തെന്നാൽ അവൻ മുഴുവനായി വെടിപ്പുള്ളവനാകുന്നു, നിങ്ങളും വെടിപ്പുള്ളവരാകുന്നു. എന്നാലോ നിങ്ങളെല്ലാവരും എല്ലാവരും തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ്, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സർവ്വങ്ങളെയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിൽ നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. നിന്നിൽ നിന്ന് ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെ തുറച്ചുകളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും വിശാദ പരാതുന്ന ജീവിതത്തിലും ശ്രേഷ്ഠാക്കി ചെയ്യുമാറാകട്ടെ. തന്മഹിമ നമിച്ചു മണ്ണയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് യേശുദാൻ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ മേലങ്കി ധരിച്ച് പന്തിയിലിരുന്നു.
യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയുമോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാകയാൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം കാലം എഴുതുവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു. ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ ഈ ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ബുദ്ധനില്ല, അയച്ചവനേക്കാൾ വലിയ ബുദ്ധനുമില്ല. ഇത് നിങ്ങൾ അറിഞ്ഞാതിരിക്കുമെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെ കുറ്റമല്ല പറയുന്നത്, എന്നാൽ ഞാൻ തിരഞ്ഞെടുപ്പുള്ളവരെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ പുതികാലുയർത്തി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നുവെന്ന് നിങ്ങൾ വിശ്വാസം പറയേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പഴയ മനുഷ്യനെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും കുറച്ചു കളയട്ടെ. നിന്നെയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും നശിയാതുരാൻ പ്രീതികരമായി ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. നിന്റെ പരിശുദ്ധിയായ ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കലകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ പ്രധാന സ്നേഹപൂർവ്വം പരസ്പരം കഴിവിയിരുന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. കർത്താവേ, കൽപ്പന ഞങ്ങൾ നിറവേറ്റി പരസ്പരം കാലം കഴുകി തീർക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുന്നേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവന്റെ ദയാൽ ഞങ്ങൾ പൗരാൻ പ്രാപിക്കുന്നേ. കഷ്ടതകൾക്കായി വന്നോരേ പ്രാർത്ഥന കേട്ടിട്ട
ഉണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന പാത്രം തന്നിൽ വെള്ളമൊഴിച്ചാൻ നാഥൻ സൗമ്യം ശ്രീവാമുഖ്യൻ ശീമോനെ വിളിച്ചാൻ കഴുക ശീമോൻ ചങ്ങാനരുവീശ കഴുകേണ്ടെന്നെ കൽപ്പിച്ചതുപോൽ കഴുകിടം ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന സ്വർഗസ്ഥാനി ഭൗമികപാദം കഴുകേടേണ്ട ദ്രഷ്ടാമാനി പാക്ഷടിയെ ബഹുമാനിക്കേണ്ട നാഥൻ സ്നേഹമുഖ്യമതിശേമോനെ വേണ്ട പോരും നേരാരുള്ളൊരു നിൻപാരാട്ടം ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന ഗുരുനാഥൻ ശിഷ്യന്മാരോടരുവർത്തിപ്പാൻ ഞാൻ ചെയ്യും കൃത്യം നീ ബോധിക്ക വന്നേറ്റിടുക കഴുകലിനാല് ശിഷ്യത്വം നീയങ്ങേത്താൻ കഴുകലിനെ കൈക്കൊണ്ടില്ലെങ്കിൽ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന ശീമോനർത്തിപ്പു നിന്റേതാവാൻ കൈകാലുകളും തലയും കൂടെ കഴുകേടണമേ ശേഷത്തൻ കഴുകൽ കൂടാതില്ലെന്നാകിൽ നാഥാദേവാകുശതമെന്നെ അഭിഷേകിക്കാദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന ഗീതമെന്നാലൻ പദപാണികളെ കഴുകേണം നിന്നൈക്യം ഞാൻ വിട്ടിടരുതേ കഴുകുക പൂർണ്ണം കൊണ്ടേട്ടയ്യോ മൂടുന്നു ആശ്രയം നീ ശീമോനം കഴുകിടുന്നു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന ശുശ്രൂഷിപ്പാൻ തിരുവുളമായി നീതാണെങ്കിൽ മ്ലേച്ഛന്മാരോടെന്തിനു വിനയം ദൈവാത്മജനെ നിന്നെ കൊല്ലാനുള്ളിൽ ഉറച്ചൊരു യൂദായെയും കഴുകാൻ നിന്നെ ഏതൊരു സ്നേഹം പ്രേരിപ്പിച്ചു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന ഭക്തന്മാരിൽ വാഴ്വേകുകയാൽ താതാ സ്തോത്രം സുതനേ വീട്ടാൻ നമ്മെ പ്രതിതാൻ ഗാത്രം പേറി ദിവ്യന്മാർ തൻ കാലുകൾ കഴുകി സ്വസ്നേഹത്താൽ പാത്രം തന്നിൽ വെള്ളമൊഴിച്ചതി വിനയത്തോടെ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്ന സ്നേഹന്മാരെ കഴുകിയ പുത്ര വന്നേക്കുന്നു സുതിപുത്രനും ഗനകനും
കാഴ്ചയിലതിവിസ്മയമാർന്നു ദേവ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമന്മാർ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സാധോദാത്മാത്രമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ സ്വന്തത്തിൽ തുടങ്ങി വിശുദ്ധരൂഹായ ദൈവമാതാവായ വിശുദ്ധനവരെയാണെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചിറക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പ്രധാനമാകുന്നു ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തനിയുള്ള കുടുംബത്തോടെയും പരിപാലിക്കുന്നു എന്റെ അവസാനമില്ലാത്തതുമായ യേശുവിശായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലത്തെ ജയിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവരുമായ ജീവനും സിനിമയുമായും കാതോലികവും സ്ലൈകവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമോ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ വേണ്ടിപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസ ആത്മാക്കളെ ആശംസിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമല്ലോ ബലഹീനങ്ങളോടെയുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനപ്പെടുന്ന അംഗീകൃതമായിരുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതന്റെ കൃപ, പരിശുദ്ധയുടെ സംബന്ധാവാസം എല്ലാവരുടെ മേലും ഈ ശുശ്രൂഷകൾ സംബന്ധികളുടെ